ജീവിതത്തിലെ 1000 സ്വപ്നങ്ങൾ മറന്നുപോയവരാണ് നാം. പക്ഷേ മറക്കുന്നതിനെ ഓർത്തെടുക്കാൻ ഇതുപോലെ ഒരു കട്ടൻ ചായ കുടിച്ച് ഈ കൊച്ചു തണുപ്പിൽ മരടിലെ പൊളിക്കാത്ത ഈ ഫ്ലാറ്റിൻ്റെ 6ാമത്തെ നിലയിലെ സിറ്റ് ഔട്ടിലിരിക്കുന്നത് നല്ലതാണ്. നാം ഓരോരുത്തരും നല്ല നടനും നടിമാരുമാണ്. കാരണം ജീവിതത്തിൽ കുറേ നാൾ ഞാനൊരു കുട്ടിയായി അഭിനയിച്ചു. അമ്പിളിയമ്മാവനെ പിടിച്ചു തരാമെന്നുള്ള അമ്മയുടെ വാക്ക് കേട്ട് ചോറുരുള വായിലിട്ട് നുണഞ്ഞ ബാല്യം. അത് കഴിഞ്ഞപ്പോൾ ചങ്ക് ഫ്രണ്ട്സായിട്ടുള്ള സ്കൂൾ ജീവിതം. പക്ഷേ 10ാം ക്ലാസ് റിസൾട്ട് വന്നപ്പോൾ പലരും പല വഴിക്ക് പോയി. പലരെയും പിന്നെ കണ്ടിട്ടേയില്ല. പിന്നെ പ്രണയകഥകൾ ഒരുപാട് എഴുതപ്പെടുന്ന ക്യാമ്പസ് ജീവിതം. ആട്ടം, പാട്ട്, രാഷ്ട്രീയം, വഴക്ക്, പിണക്കം എല്ലാം ചേർന്ന ക്യാമ്പസ്. അതും 3 വർഷങ്ങൾക്കിടയിൽ തകർന്നു വീണു. തകർന്നടിഞ്ഞ സ്വപ്നങ്ങൾക്ക് മുൻപിൽ ഞാൻ നിൽക്കുമ്പോൾ ഉള്ളിൽ വലിയൊരു നഷ്ടബോധം തോന്നി. ആ നഷ്ടബോധം എന്നെ നാടുവിടാൻ പ്രേരിപ്പിച്ചു. മറ്റെവിടെയുമല്ല, ചേട്ടൻ്റെ അടുക്കിലേക്ക്. ദുബായിലെ ജീവിതം ഇഷ്ടപ്പെടുവാൻ കുറേയധികം ദിവസങ്ങൾ അല്ലെങ്കിൽ കുറേയധികം വർഷങ്ങൾ പിടിക്കേണ്ടി വന്നു. പക്ഷേ ഇന്ന് ഓർക്കുമ്പോൾ സന്തോഷം തോന്നുന്നു. ഒരു ഭർത്താവെന്ന വേഷത്തിൽ നിൽക്കുമ്പോൾ ബാല്യം മുതൽ യൗവനം വരെ കിട്ടിയ അനുഭവങ്ങളും ഓർമ്മകളും ഇന്ന് എന്നെ ബലപ്പെടുത്തുന്നുണ്ട്. അമ്പിളിയമ്മാവനെ കാണിച്ച് ചോറ് വാരിത്തന്ന അമ്മ മുതൽ സ്വപ്നങ്ങൾ മാറ്റിമറിച്ച ക്യാമ്പസ് വരെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് ഇന്നും ഓർമ്മയിൽ പ്രണയിക്കാൻ. എൻ്റെ ഇന്നത്തെ കഥ ഒരാൺകുട്ടി പെൺകുട്ടിയോട് തോന്നിയ പ്രണയത്തിൻ്റെ കഥയല്ല. ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പോലെ മരടിലെ ഫ്ലാറ്റ് പോലെ സ്വപ്നങ്ങൾ വാനോളം പൊക്കിക്കെട്ടിയവരുണ്ട്. വർഷങ്ങൾ പരിശ്രമിച്ചുണ്ടാക്കിയ ചില കാര്യങ്ങൾ. 3ാമത്തെ സൈറനടിച്ചപ്പോൾ തകർന്നടിഞ്ഞ ഒരുപാട് പേരുണ്ട്. അവരോടായി ഞാൻ പറയുകയാണ്, ഒന്നിലും തളർന്നു പോകരുത്. നമുക്ക് നേടുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന് മാത്രം ചെയ്യുക, സ്വപ്നത്തെ പ്രണയിക്കുക.